നമ്മള് ഹോം മെയ്ഡുകൾ ഭക്ഷണം ഉപ്പ് അവിട്ടോളും. ആ പൊറാട്ടും ചപ്പാത്തിൻ്റെ എടുത്തൂടി കൂർത്തം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇതുപോലുള്ള യാത്രകളൊക്കെ നടത്തിയിട്ട്, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളും ഒന്നിച്ചുള്ളൊരു യാത്ര കേട്ടോ. അപ്പോൾ വെളുപ്പിന് നമ്മളൊരു 4-4:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തുകൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ നേരെ മുതുമല ഫോറസ്റ്റ് വഴി അങ്ങനെ പോകാനാണ് കേട്ടോ നമ്മളെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല തണുപ്പാണ്. രാവിലെ ഏകദേശം ഒരു 7-8 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ മുതുമല ഫോറസ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ആ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സൂര്യനൊക്കെ ഉദിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ കാടിൻ്റെ ഇടയിലൂടെ സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റതാ. മൃഗങ്ങളൊക്കെ ചൂടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണേ. നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. കുറേ മാനുകളും അതുപോലെ നമ്മളെ മയിലുകൾ ഇതുപോലത്തെ ജീവികളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞതാണ് നമ്മൾ നേരെ കർണാടക ഒരു ചെറിയൊരു മാർക്കറ്റിലേക്ക് പ്രവേശിച്ചിട്ടാണ്. സാധാരണഗതിയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇവിടെ ഒരു ചന്ത ഉണ്ടാകും. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള ഒരുവിധം പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരു ചന്ത കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ആട് അതുപോലത്തെ പച്ചക്കറി, പഴങ്ങൾ ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹോം മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നൊരു ആഴ്ചയിൽ ഒരു ആളുകളൊക്കെ ഒത്തുകൂടേണ്ട ഒരു സ്ഥലം കൂടി തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ആളുകളും കച്ചവടക്കാരും ഉണ്ട്. അത് വാങ്ങാനുള്ള ആളുകളെയും കൂടുതൽ കണ്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി നോക്കിയത്. വാങ്ങിയതാണുണ്ട്. ഇനി കർണാടകയിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ സത്യമംഗലം വഴി ആണ് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ റോഡരികിൽ ഇരുന്ന് കണ്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. നല്ല ചൂടുള്ള ദോശ, പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ചിക്കൻ കടായി ചട്നിയും കൂട്ടിക്കാണ്ട് ഒരു അടി, ഒറ്റടി. നല്ല ചിക്കൻ കറിയും നല്ല ദോശയും. ചിക്കൻ കടായി അതെ, ചിക്കൻ കടായി അടിപൊളി. നമ്മൾ കഴിച്ച് ഒരുവിധം ആയിപ്പോ. അപ്പൊ നമ്മളെ വീരപ്പന്റെ കാടായ നമ്മളെ സത്യമംഗലം ഫോറസ്റ്റ് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാഴ്ചകൾ കുറച്ച് കാണാൻ പറ്റും. സത്യമംഗലം ഫോറസ്റ്റ് ഒക്കെ കിടന്നത് നമ്മൾ ദിമ്പം ചുരം വഴി, ഈറോഡ് വഴി, പിന്നെ അട്ടപ്പാടി വഴി, പിന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ അങ്ങനെ പോകുന്നത് കേട്ടോ. സത്യമംഗലത്തു നിന്നും ഈറോഡിലേക്ക് പോകുന്നത് ഒരു അടിപൊളി കാഴ്ച നൽകുന്ന ഒരു ചുരം തന്നെയാണ് കേട്ടോ, ഈ ദിമ്പം ചുരം. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൽ കൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അടിപൊളി കാഴ്ച തന്നെയാണ് നമ്മളെ ദിമ്പം ചുരം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചുരമൊക്കെ ഇറങ്ങി ഇനി നേരെ നമ്മൾ അട്ടപ്പാടി ഗ്രാമങ്ങളിലോട്ടാട്ടോ ഇത് പോകുന്നത്. നല്ല ഗ്രാമക്കാഴ്ചകളിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ. അതാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ നൽകിയിട്ടുള്ള ഒരു യാത്രകളൊക്കെ തന്നെ കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അട്ടപ്പാടി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നാച്ചുറൽ കാഴ്ചകളാട്ടോ അവിടെയൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. ഇവിടെയൊക്കെ ഒന്ന് യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ നഷ്ടം തന്നെ ആയിരിക്കും. അവിടെ വണ്ടി എടുക്കാൻ പറ്റും, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമോ നമുക്ക്? ലാസ്റ്റത്തെ ഫോട്ടോസ് ശരീപ്പ് കക്കേരി മുറിക്കണോ? ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അല്ല ശരീപ്പ് ഡയറക്റ്റ് മുറിക്കും. ഞാൻ കക്കേരി കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പൊറാട്ടും ചപ്പാത്തിയും കൂടെ കൂട്ടിയിട്ട് ഒരടി കുറച്ച് കുട്ടി കപ്പളെ കാണുള്ളൂ. ചെറുനാരങ്ങ ബീജു കത്തി ഒന്നതില്ലേ ഓൻ കഴിഞ്ഞിട്ട് ഇതാക്കും. നമുക്ക് അതൊരു ധൃതിയൊന്നും ഇല്ലല്ലോ. നാളെ ഏതായാലും ലീവാണ്. ഞാൻ ചെറുനാരങ്ങ ഉള്ളിയാട്ടെ സവാളന്റെ നമ്മള് ഹോം മെയ്ഡുകൾ ഭക്ഷണം ഉപ്പ് അവിട്ടോളും.
അപ്പോൾ ഒപ്പിടാനാകുമ്പോൾ വിളിച്ച അപ്പോൾ ഒന്നുകൊണ്ടി ക്യാമറമാൻ തിരിച്ചും മറിച്ചും കുറച്ച് വിട്ടുന്ന് എടുക്കേ. നമ്മൾ പൊറാട്ടയും കൂട്ടി റെഡി അടിച്ചു. ചിക്കൻ കറി കേട് നിൽക്കണോ അല്ലേ? അത് നോക്കണം. ഇനി അവിടെ നിന്ന് ഫോട്ടോ എടുത്തോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ KSRTC ബസ് ഒന്ന് പാസ് ചെയ്യുന്നുണ്ട്. ലേറ്റ് അടിയാടാ ഇതിപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കണേ. രാവിലത്തെ ചിക്കൻ കറി ഉണ്ട്, കേടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അതെന്താണ് വേൽച്ചെടിയോ? അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നാച്ചുറലായിട്ടൊരു വേൽച്ചെടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ തൊള്ളി കിട്ടാം. പഴയ ഒരു എന്താ പറയുക നെസ്റ്റോൾജിയ ഫീലാണ്. സൂപ്പർ അച്ഛൻ പറഞ്ഞവർക്ക് കൊള്ളാം. ചെറിയ ചെറിയ കഷ്ണാക്കി കേട്ടോ, അതിൽ എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അട്ടപ്പാടിയുടെ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരെ നാട്ടിലേക്ക് പിടിക്കട്ടെ. നമ്മൾ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ വഴി നേരെ മലപ്പുറത്തേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ യാത്രകളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.